ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഒന്നിനു പിറകെ ഒന്നായി വീണ്ടും വയനാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആ നാട്ടുകാരുടെ ആവേശം ഇക്കുറി തിരഞ്ഞെടുപ്പിനേക്കാൾ പ്രിയങ്കയുടെ വരവാണെന്നതിൽ സംശയമില്ല. ഇനി UDFനെ സംബന്ധിച്ച് ഭൂരിപക്ഷം എത്ര കൂടും എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. താൻ വയനാട് ഒഴിയുമ്പോൾ വോട്ടർമാരെ തെല്ലുപോലും നിരാശപ്പെടുത്താതെ തൻ്റെ സഹോദരിയെ പകരം കൊടുത്താണ് രാഹുലിൻ്റെ മടക്കം എന്നതും UDFന് ഭൂരിപക്ഷ പ്രതീക്ഷ ഉയർത്തുന്നതാണ്. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം വയനാട്ടിലാണെന്നതാണ്. പാർലമെന്ററി മേഖലയല്ല, സംഘടനാ രംഗത്തായിരിക്കും താൻ നിലയുറപ്പിക്കുക എന്ന നിലപാടിൽ കൂടിയാണ് പ്രിയങ്ക വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്നത്. വയനാടിനും റായ്ബറേലിക്കും സന്തോഷം നൽകുന്ന തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ആ സന്തോഷം സ്വന്തം സഹോദരിയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ രാഹുലിനു വേണ്ടി എന്റെ സഹോദരൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുകയായിരുന്നു എന്ന് പ്രവർത്തക സമിതിയിൽ പൊട്ടിത്തെറിച്ച പ്രിയങ്ക രാഹുലിനെ ധാർമ്മികമായി രക്ഷിക്കാൻ വയനാട്ടിലും എത്തിയെന്ന് പറയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ചില പ്രിയങ്ക മാജിക്കുകൾ പ്രതീക്ഷിക്കാം. ഇന്ദിരാഗാന്ധിയുടെ ഛായ ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഭാവി ഇന്ത്യയുടെ ഭാഗധേയത്തിൽ ചരിത്രപരമായ പ്രിയങ്കയ്ക്ക് എന്തോ അടയാളപ്പെടുത്താനുള്ളതുപോലെ അവരുടെ ചില ഇടപെടലുകൾ തോന്നിപ്പിച്ചിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറിയായി 2019 ഫെബ്രുവരി 6 പ്രിയങ്ക ചുമതലയേറ്റത്. 14 ദിവസത്തിനുള്ളിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ 10 ലക്ഷം പേരാണ് കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്തത്. ഒരാഴ്ചയ്ക്ക് ശേഷം ലക്നൌവിൽ നടത്തിയ റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് 15 കിലോമീറ്റർ ദൂരം തടിച്ചുകൂടിയത്. ഇത് പ്രിയങ്കയിൽ ഉത്തരേന്ത്യക്കാർ ഇന്ദിരാഗാന്ധിയെ കണ്ടതുകൊണ്ടായിരുന്നു. 125 വയസ്സുള്ള ഒരു സ്ത്രീക്ക് താനെങ്ങനെ യുവതിയെന്ന് അവകാശപ്പെടാൻ കഴിയുമെന്ന് 2009 നരേന്ദ്രമോദി പരിഹസിച്ചു. തന്നെ കണ്ടാൽ വൃദ്ധയെന്ന് തോന്നുമോ എന്ന് റായ്ബറേലിയിലെ യോഗത്തിൽ ജനങ്ങളോട് വിളിച്ചോദിച്ചായിരുന്നു പ്രിയങ്ക പ്രതികരിച്ചത്. തെലങ്കാനയും കർണാടകയുമെല്ലാം സുരക്ഷിത സീറ്റുകൾ നൽകി വിളിച്ചപ്പോൾ വിനയപൂർവ്വം നിരസിച്ച പ്രിയങ്ക ഇപ്പോൾ വയനാട് 2 കൈയും നീട്ടി സ്വീകരിച്ചു. പ്രതിസന്ധി കാലത്ത് രാഹുലിന് ഒപ്പം നിലയുറപ്പിച്ച ആളുകളിലേക്ക് അവരുടെ നേതാവായി ഇറങ്ങിച്ചെല്ലാൻ, അവർക്ക് തണലായി നിലനിൽക്കാൻ പ്രിയങ്ക തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം കുടുംബരാഷ്ട്രീയം എന്ന ആയുധം തന്നെയാകും പ്രിയങ്കയെ എതിർക്കാൻ BJP പുറത്തെടുക്കുക. വയനാട്ടിൽ ആദ്യം രാഹുൽ ജയിച്ചപ്പോൾ 4,31,000-ലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമുണ്ടായിരുന്നു. രണ്ടാം തവണ 3,60,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനായി. ഇനി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴും ആകാംക്ഷ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. രാഹുലിന്റെ പ്രചാരണത്തിനായി വയനാട്ടിൽ പ്രിയങ്ക ഒറ്റയ്ക്കെത്തിയപ്പോൾ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം തന്നെയാണ് ഭൂരിപക്ഷം ഉയർത്തുമെന്ന ആത്മവിശ്വാസം UDFന് നൽകുന്നത്. പ്രിയങ്കയാണെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനാണ് CPI നീക്കം. പക്ഷേ പ്രചാരണത്തിൽ എന്തൊക്കെ പറയുമെന്നത് ഇടതു പാർട്ടികൾക്ക് ആശങ്കയുണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരായ കടന്നാക്രമണം പ്രിയങ്കയ്ക്കെതിരെ ആവർത്തിച്ചാൽ കൂടുതൽ കൈപ്പൊള്ളാനിടയുണ്ടെന്ന പ്രശ്നം LDFന് മുന്നിലുണ്ട്. ശക്തി കുറച്ചാൽ BJP കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രശ്നവും ബാക്കിയാണ്. വയനാടിനൊപ്പം പാലക്കാടും ചേലക്കരയും കൂടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രിയങ്ക ഫാക്ടർ തിരിച്ചടിക്കുമോ എന്ന പ്രശ്നവും LDF നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.